കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 30/7/2026 വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കേസിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് തൻ്റെ പണം ഉപയോഗിച്ച് ഭാര്യയുടെ പേരിൽ ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്തു. ഇതാണ് നമ്മുടെ ഈ കേസിൻ്റെ തുടക്കം. പിന്നീട് ഭാര്യ മരിച്ചതിനെ തുടർന്ന് ആ സ്വത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് ആദ്യ ഭാര്യയുടെയും രണ്ടാം ഭാര്യയുടെയും മക്കൾ തമ്മിൽ തർക്കം ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ട്രയൽ കോടതി, ഒന്നാം അപ്പീൽ കോടതി, ഛത്തീസ്ഗഡ് ഹൈക്കോടതി എന്നിവ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് ഇതിൽ സ്വീകരിച്ചത്. തുടർന്ന് വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലത്തെ നിയമ പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത്, ഒന്നാമത്തെ പ്രശ്നം, ഭർത്താവ് ഭാര്യയുടെ പേരിൽ വാങ്ങിയ സ്വത്ത് ആരുടെ സ്വത്താണ്? സെക്കൻഡ് വൺ, ഭാര്യ മരിച്ചാൽ ആ സ്വത്ത് ഭർത്താവിൻ്റെ സ്വത്തായി വീണ്ടും കണക്കാക്കുമോ? 3, ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 സെക്ഷൻ 33 ബാധകമാണോ? 4, ഭർത്താവ് പണം നൽകിയത് കൊണ്ട് മാത്രം സ്വത്ത് ഭർത്താവിൻ്റേതാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഇങ്ങനെയൊക്കെയാണ്. ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സ്വത്ത് ഭാര്യയുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, ആബ്സല്യൂട്ട് പ്രോപ്പർട്ടിയാണ്. ഭർത്താവാണ് പണം നൽകിയതെന്ന കാരണത്താൽ മാത്രം അത് ഭർത്താവിൻ്റെ സ്വത്താകില്ല. ഭാര്യ മരിച്ചാൽ ആ സ്വത്ത് ഭാര്യയുടെ അവകാശ നിയമം അനുസരിച്ച് വേണം വിഭജിക്കാനായിട്ട്. ദെൻ സെക്ഷൻ 33 ഓഫ് ദി ഇന്ത്യൻ സക്സഷൻ ആക്ട് ഭർത്താവിൻ്റെ സ്വത്തിനാണ് ബാധകം, ഭാര്യയുടെ സ്വന്തം സ്വത്തിന് അത് ബാധകമല്ല. ഇതിലെ ലീഗൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ടൈറ്റിൽ ഫോളോ രജിസ്ട്രേഷൻ, അതായത് രജിസ്റ്റർ ചെയ്ത ഉടമയാണ് നിയമപരമായ ഉടമ. ഉടമസ്ഥാവകാശം പണം നൽകിയതിനെ ആശ്രയിച്ചല്ല, രജിസ്ട്രേഷൻ രേഖയെ ആശ്രയിച്ചാണ്. ഭർത്താവിൻ്റെ എസ്റ്റേറ്റായി കണക്കാക്കാൻ കഴിയില്ല. അതായത് സ്വത്ത് ഭർത്താവിൻ്റെ എസ്റ്റേറ്റായി കണക്കാക്കാൻ കഴിയില്ല. അതായത് നിങ്ങൾ പണം കൊടുത്തു എന്നൊരു കാര്യമില്ല, ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത് അവരാണ് അതിൻ്റെ അവകാശി. ഭാര്യയുടെ സ്വത്ത് അവളുടെ നിയമാവകാശികൾക്കാണ് ലഭിക്കുക. അതായത് ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ സ്വത്ത് എന്നുള്ളത് ഭാര്യയുടെ പിന്തുടർച്ചാവകാശ നിയമപ്രകാരമായിരിക്കും അതിൻ്റെ അനന്തരാവകാശികൾ കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ബാധകമായിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 സെക്ഷൻ 33, പ്രൊഹിബിഷൻ ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആക്ട് 1988, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882, ഉടമസ്ഥാവകാശ കൈമാറ്റവുമായി ബന്ധപ്പെട്ട തത്വങ്ങളൊക്കെയാണ് മെയിനായിട്ടും കയറി വരുന്ന പോയിന്റ്സ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഭാര്യയുടെ പേരുള്ള സ്വത്ത് എന്ന് പറയുന്നത് ഭാര്യയുടെ സ്വന്തം സ്വത്തായിട്ട് കണക്കാക്കും. ഭർത്താവ് പണം നൽകിയത് കൊണ്ട് മാത്രം ഉടമസ്ഥാവകാശം ഭർത്താവിന് ലഭിക്കില്ല. സെക്ഷൻ 33 ഇന്ത്യൻ സക്സഷൻ ആക്ട് ഭർത്താവിൻ്റെ സ്വത്തിനാണ്, ഭാര്യയുടെ സ്വത്തിനല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സ്ത്രീകളുടെ സ്വത്തവകാശം ശക്തിപ്പെടുത്തുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ശരിക്കും പറയണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ മേടിക്കുക, മറ്റുള്ളവരുടെ പേരിൽ മേടിച്ച് അവസാനം എന്തെങ്കിലും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് പോകും. അപ്പോൾ അത് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബിനാമി ട്രാൻസാക്ഷൻ ആണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷനാണ്. ഒരു സിവിൽ കേസിൽ കോടതി കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ കേസിൻ്റെ വിധി വരാനായിട്ട് അത്യാവശ്യം സമയം ഇവർ കോടതി കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കേസ് ഹിസ്റ്ററി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എനിവേ, സ്വന്തം അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങുന്ന പ്രോപ്പർട്ടി നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അവിടെ വയസ്സാം കാലത്ത് കോടതി കയറി ഇറങ്ങാതെ നോക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.